-ഡിഗ്രി തണുപ്പ്, അതികഠിനമായ എവറസ്റ്റ് ബേസ് ക്യാമ്പ് യാത്ര, ലോക്കോമോട്ടീവ് ഡിസബിലിറ്റി എന്ന കൈകളില്ലായ്മയിലും 16-കാരൻ അമന് തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഒന്നും തടസ്സമായില്ല. നിശ്ചയദാർഢ്യം കൈകളാക്കി അമൻ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ ഇന്ത്യൻ പതാക പറത്തി. പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസനും സംഘത്തിനൊപ്പമാണ് അമൻ എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തിയത്. സാഹസികത നിറഞ്ഞ യാത്രകളാണ് അമൻ്റെ എന്നത്തെയും സ്വപ്നം. പരിമിതികൾക്കിടയിലും തൻ്റെ സ്വപ്നങ്ങൾ ഒന്നൊന്നായി അമൻ യാഥാർത്ഥ്യമാക്കി. ഒടുവിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തുകയെന്ന ലക്ഷ്യവും അമൻ നിറവേറ്റി. ഒരു വൈകല്യം പോലും ഇല്ലല്ലോ. എത്താൻ പറ്റാത്ത 14 ദിവസം ട്രക്ക് ചെയ്ത് അമൻ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ്. He is the first person from India with 90% disability to reach Everest base camp. So നമ്മൾ ഇദ്ദേഹത്തെ കൺഗ്രാജുലേറ്റ് ചെയ്യണം. മാത്രമല്ല എല്ലാവർക്കും ഇതേ ഒരു മോട്ടിവേഷനായി മാറുകയും വേണം. അമൻ അലിയുടെ സ്വപ്നങ്ങളും യാത്രകളും അവസാനിക്കുന്നില്ല. യാത്രകൾ തുടരും. കൂടുതൽ സ്വപ്നങ്ങളുണ്ടാകും. അതിനുള്ള ആത്മധൈര്യവുമായാണ് അമൻ അലി എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ നിന്ന് തിരികെ എത്തുക. മീഡിയ 1 കോഴിക്കോട്.